ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് SIP മ്യൂച്വൽ ഫണ്ടൊക്കെ ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വീഡിയോ കണ്ടതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ചതാവാം. അങ്ങനെ എന്തായാലും മ്യൂച്വൽ ഫണ്ടൊക്കെ തുടങ്ങി. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പുമൊക്കെ മൊബൈലൊന്നെടുത്ത് പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യും. ശേഷം കുറച്ച് ടെൻഷനാവും. SIP ഒന്ന് സ്റ്റോപ്പ് ചെയ്താലോ, കുറച്ച് നാളത്തേക്ക് ഒന്ന് പോസ് ചെയ്ത് വെച്ചാലോ എന്നാലോചിക്കുന്ന പല ആളുകളുമുണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും ഈ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ പേര് തനേഷ് മുരളി. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ വിശദാംശങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ 2 കഥകൾ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരും അല്ലെങ്കിൽ മലബാർ മേഖലയിലുള്ള മലയോര മേഖലയിലേക്ക് കുടിയേറി പാർത്ത കുറേ കർഷകരുണ്ടായിരുന്നു. അവർ കോട്ടയൊക്കെ വിട്ട് അവിടെയുള്ള സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ കാടും മേടും മലകളും ഒക്കെയാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? അത് വെട്ടിത്തെളിച്ചു ആ നല്ല ഭൂമി ഉണ്ടാക്കി, പിന്നീട് അവിടെ കൃഷി ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവരായി മികച്ച കർഷകരായി മാറി. അവർക്ക് അതിൻ്റെ വിളവെടുക്കാൻ സാധിച്ചു. പക്ഷേ അത് പെട്ടെന്നൊരിക്കലും സംഭവിച്ചതല്ല, അത് കുറേ നാളെടുത്തു. ഒരു പക്ഷേ അടുത്ത ജനറേഷൻ ആയിരിക്കും അതിന് ഗുണഭോക്താവായി മാറിയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കൂടെ പോകാം. ഗൗതം അദാനി. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ്. പക്ഷേ അദ്ദേഹം 16ാമത്തെ വയസ്സിൽ മുംബൈയിലേക്ക് വരുന്നു. അവിടെ വന്ന് ചെറിയൊരു ജോലി തുടങ്ങുന്നു. അങ്ങനെ വർഷങ്ങൾ മുംബൈയിലുള്ള എക്സ്പീരിയൻസും ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ച് പല പല ബിസിനസ്സുകൾ ആരംഭിക്കുന്നു. ഇന്ന് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് കാലയളവ് നോക്കിയാൽ ഒരു 20 വർഷത്തിന് മുകളിലൊക്കെ കഴിയുമ്പോഴാണ് അദ്ദേഹം ഒരു ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പോലും സാധിച്ചത്. അതേപോലെ എന്തിനു പറയുന്ന ഒരു മലയാളിയായ ലുലുവിൻ്റെ മുതലാളി, നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാൻ സാധിക്കുന്ന യൂസഫ് അലി. അദ്ദേഹം എങ്ങനെയാണ് ആദ്യം UAE പോയത്? ഷിപ്പിൽ UAE എത്തുന്നു. അവിടെ ഒരു ബന്ധുവിൻ്റെ ചെറിയൊരു സ്റ്റോറിൽ ജോലി ചെയ്യുന്നു. അവിടെ നിന്നുമാണ് അദ്ദേഹം ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഈ പറഞ്ഞ കഥകളിലൊക്കെ തന്നെയും നമ്മൾ ഒറ്റ കാര്യമാണ് പറഞ്ഞു പോകുന്നത്: ക്ഷമ എന്നതും ലോങ് ടൈം എന്നതും കൺസിസ്റ്റൻസി എന്നുള്ള 3 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമ തന്നെയാണ്. അതായത് ഞാനീ പറഞ്ഞു വരുന്ന എല്ലാം നമ്മുടെ പഴയ SIP ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. SIP തുടങ്ങാൻ എളുപ്പമായിരുന്നു. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കേട്ടിട്ടോ വായിച്ചിട്ടോ ഒക്കെ നമ്മൾ ആരംഭിച്ചു. പക്ഷേ നമുക്ക് ക്ഷമയില്ല, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് പലപ്പോഴും നമുക്കത് ടെൻഷനാവും. കാരണം നമ്മളൊരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിരിക്കട്ടെ, ഒരു 6 മാസമായി 1 വർഷമായി എന്നിട്ടും പ്രോഫിറ്റിൽ എത്തുന്നില്ലല്ലോ, ഇതെനിക്ക് ശരിയാവില്ല, ഇതെല്ലാം പ്രശ്നമാണ് എന്ന് ഓർക്കുന്ന ഒരു ചെറിയ സമൂഹമെങ്കിലും ഇപ്പോഴുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങുന്നത്. ഇനിയും ഇതെല്ലാം പറഞ്ഞാൽ മാത്രം പോരായല്ലോ, ഇത് നിങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുവാൻ വേണം അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം 1-2 ഫണ്ടുകളെങ്കിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ എങ്ങനെയായിരുന്നെന്നുമൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഏകദേശം 3000-ലധികം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അല്ലേ? പക്ഷേ അതിലൊക്കെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രായമേറിയ 1-2 ഫണ്ടുകളിലേക്ക് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പോകുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് HDFCയുടെ ഫ്ലെക്സി ക്യാപ് എന്ന് പറഞ്ഞൊരു ഫണ്ടാണ്. അത് ലോഞ്ച് ചെയ്തത് 1995-ലാണ്, 1995. ഇന്ന് ഏകദേശം 31 വർഷമാകുന്നു. അതായത് 1995 ലോഞ്ച് ചെയ്ത ടൈമിൽ അതിൻ്റെ NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇന്ന് HDFC ഫ്ലെക്സി ക്യാപ്പിൻ്റെ NAV താൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റമുണ്ടായത്, NAV പ്രൈസ് 10 രൂപയിൽ നിന്നും ഇവിടെ വരെ എത്തിയതിൻ്റെ കാലം എന്ന് പറയുന്നത് 31 വർഷമാണ്. പക്ഷേ 31 വർഷമൊന്നും വേണ്ട, അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്രയധികം ക്യാഷൊന്നും വേണ്ടായിരുന്നെങ്കിൽ പിൻവലിക്കാൻ പറ്റിയാൽ. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അന്ന് 95-ൽ നിങ്ങൾ ഈ ഫണ്ടിൽ ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്നതിൻ്റെ വില എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. അതായത് വെറും 1 ലക്ഷം രൂപ നിങ്ങൾ 1995-ൽ നിങ്ങൾക്ക് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഇന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. CAGR 18% ആണ് ഈ ഫണ്ട് ഇത്രയും നാൾ കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഈ ഫണ്ട് തുടങ്ങിയ കാലം മുതൽ വളരെ സ്റ്റേബിളായിട്ട് എല്ലാ വർഷവും 18% റിട്ടേൺ കൊടുത്തു എന്നുള്ളതല്ല, മറിച്ച് ചില വർഷം 30% ചില വർഷം 20% ചില വർഷങ്ങളത് മൈനസ് റിട്ടേണും പോയിരിക്കാം. ഇപ്പോൾ 2000 തന്നെ .com എന്ന് പറയുന്ന ഒരു വലിയ തകർച്ചയുണ്ടായി മാർക്കറ്റിൽ. അന്ന് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെയൊക്കെ റിട്ടേൺ വളരെ മോശമായിരുന്നു. അതിനുശേഷം 2008 മുതലുള്ള ഒരു പീരീഡ്, 2010 വരെയുള്ള പീരീഡിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. കൊറോണയുടെ സമയം 2020 ഉണ്ടാകുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന എത്രയോ യുദ്ധങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? ഇതൊക്കെ പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അവിടെയെല്ലാം സ്റ്റേബിളായിട്ട് മാർക്കറ്റിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ പറഞ്ഞ കോടികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു ഫണ്ടിലേക്കൂടെ പോകാം. ഫാങ്കിൾ ബ്ലൂ ചിപ്പ് ഫണ്ട്. അത് ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞത് 1993-ലാണ്. അവിടെയും നമ്മളൊരു 1 lakh rupees 93-ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചായിരുന്നെങ്കിൽ ഇന്ന് 2026-ൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 1 CR മാത്രമല്ല, 1,75,00,000 രൂപയാണ്. 1,75,00,000 rupees ആണ്. അപ്പോൾ ഈ 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്
നിങ്ങളുടെ മനസ്സിലേക്ക് ആ ലോങ് ടൈം എന്ന് പറയുന്ന വിഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ മാസം ഇൻവെസ്റ്റ് ചെയ്തു 6 മാസങ്ങൾക്ക് ശേഷം റിട്ടേൺ ലഭിക്കണം എന്ന് പറഞ്ഞത് സംഭവിച്ചേക്കാം, വല്ലപ്പോഴുമൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അതൊരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോവില്ല. കുറേ നാൾ ഇതിൻ്റെ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ കൊണ്ട് ഗ്രോ ആയി കാത്തിരുന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക്, ഈ ഒരു ലാഭത്തിലേക്ക്, ഈ ഒരു കോർപ്പറസിലേക്ക് എത്താൻ സാധിക്കും. ഒരിക്കലും വളരെ വേഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു നാളെ മുതൽ പ്രോഫിറ്റ് വേണം എന്ന് വിചാരിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ഇൻവെസ്റ്റർ ആവാൻ തീരുമാനിച്ചു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയെങ്കിൽ നിങ്ങൾ വളരെ ധൈര്യമായിട്ട് ആ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് ഇരിക്കുക. എനിക്ക് പറ്റും, എനിക്ക് ഈ ലാഭം കിട്ടും, ഈ ഇന്ത്യൻ മാർക്കറ്റ് വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റും ഗ്രോത്തും ഒക്കെ എനിക്കും കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷ നിങ്ങൾക്കും ഉണ്ടാകണം. ഞാൻ ഈ ഫണ്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും ഈ ഫണ്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ അല്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാനൊരു സെബി രജിസ്റ്റേർഡ് വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടുകൾ റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു റെക്കമെൻഡേഷൻ്റെ ഭാഗമല്ല, എഡ്യൂക്കേഷൻ പർപ്പസ് നിലയിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഇനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ഈ വീഡിയോ കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പ്രവാസികളായിരിക്കുമല്ലോ. നമുക്ക് പ്രവാസികളെ ഒന്ന് കണക്ട് ചെയ്യാം. ഒരു പ്രവാസി എന്ന നിലയിൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രവാസികൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അത്യാവശ്യം വെൽത്ത് ഗെയിൻ ചെയ്യുന്നവരായിക്കോട്ടെ, നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ പലരും വന്ന് കാണാറുണ്ടല്ലോ. അത് ബ്രോക്കർ ആയേക്കാം, ഒരുപക്ഷെ നമ്മുടെ ബന്ധു ആവാം, അല്ലേ? അങ്ങനെ പല ആളുകളും വന്ന് പല ബിസിനസ് ഐഡിയാസും നമുക്ക് തരും. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ ബന്ധുവിനെ പിണക്കണ്ടെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ വന്ന ആളിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടോ, എൻ്റെ കാശ് ഉണ്ടല്ലോ എന്നാ ഒന്ന് പരീക്ഷിച്ചേക്കാമെന്നൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും, ചിലപ്പോൾ ബിസിനസ് ആവാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യങ്ങളാകാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ പോലും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ ചെല്ലുന്നു, എൻ്റെ കയ്യിൽ കുറേ അധികം ഫണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, എന്നോടൊരു ഒരാൾ പറയുന്നു ഒരു 50 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട്, ഇന്ന ഭാഗത്താണ്, നമുക്കിതൊന്ന് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഇത് ഡബിൾ ആവുമെന്ന് പറയുന്നു. കാരണം അവിടെ ഇത് വരുന്നു, അവിടെ ഒരു പാർക്ക് വരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നു, ഇങ്ങനെയൊക്കെ പലതും പറയാം. സ്വാഭാവികമായിട്ടും ഞാനത് വാങ്ങിയെന്ന് കരുതുക. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താണ്? 10 കൊല്ലം കഴിയുമ്പോൾ ഈ 50 ലക്ഷം 1 കോടിയാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയുടെ പുറത്താണ് ഞാൻ ഈ സ്ഥലം വാങ്ങാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഞാൻ ഇന്ന് രജിസ്റ്ററൊക്കെ ഒപ്പിട്ടു, എൻ്റെ പ്രോപ്പർട്ടി എല്ലാം എൻ്റെ പേരിലേക്ക് മാറി കഴിഞ്ഞു. നാളെ മുതൽ ഞാനോ നിങ്ങളോ ഈ ചെയ്യുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസിലോ രജിസ്റ്റേർഡ് ഓഫീസിലോ പോയിട്ട് സ്ഥലത്തിൻ്റെ വില എങ്ങനെയുണ്ടോ, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ചെക്ക് ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നമുക്കറിയാം ഈ സ്ഥലം ഇപ്പോൾ വാങ്ങിച്ചതാണ്, ഇനി കുറേയധികം സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഈ സമയത്തിൻ്റെ വാല്യൂ കൂടുകയോ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇതേ തിയറിയും ഇതേ സൈക്കോളജിയുമാണ് നമ്മൾ എവിടെ ഉപയോഗിക്കേണ്ടത്? SIPയിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഈവൻ ബാങ്കിൽ FD ഇട്ടവരാണെങ്കിൽ പോലും നിങ്ങളുടെ ചിന്ത എവിടെയായിരിക്കണം? ഇത് ലോങ് ടൈം ആണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവരുണ്ടാക്കി അല്ലെങ്കിൽ ഇവരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കൂടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സൈക്കോളജി, വെൽത്ത് ഗെയിൻ ചെയ്യേണ്ട സൈക്കോളജി നമുക്കും ഉണ്ടാവണം. നമ്മൾ എന്തായാലും ഒരു പ്രവാസിയാണ്, നാട്ടിലേക്ക് പോകണം, റിട്ടയർമെൻ്റ് ഒക്കെ വേണം എന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ പല പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ വന്ന് കയറുന്ന കാരണം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശ്രദ്ധ മാറും, നമ്മുടെ ഗോളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അതിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ അതിനോടൊപ്പം നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു SIP എമൗണ്ട് എല്ലാ മാസവും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഗോള്, അത് പലതുമാകാം, ചിലപ്പോൾ റിട്ടയർമെൻ്റ് ആകാം, വീട് വെക്കുക ആകാം, മക്കളുടെ എഡ്യൂക്കേഷൻ ആകാം, മക്കളുടെ കല്യാണമാകാം, അല്ലെങ്കിൽ ഒരു യാത്ര പോകാനായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുമാകാം. പക്ഷേ ആ ഗോളിലൊക്കെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ, അവിടെ എത്തണമെങ്കിൽ നമുക്ക് വളരെ ഡിസിപ്ലിനോടുകൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയേ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളുടെയും മനസ്സിൽ ഒരു സംശയം തോന്നിയേക്കാം. നിങ്ങൾ ഈ പറഞ്ഞ ഫ്ലെക്സി ക്യാപ് ഫണ്ടും ഫ്രാങ്ക്ലിൻ ബ്ലൂ ചിപ്പ് ഫണ്ടും ഒക്കെയും കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രമല്ലേ പറഞ്ഞത്? ഇനിയുള്ള വർഷങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ആർക്കെങ്കിലും പ്രവചിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാം. ഒരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ ആ ചോദ്യം വളരെ വാലിഡാണ്. കാരണം ഇനി എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് പോകുന്നതെന്നോ, ഇനി എങ്ങനെയാണ് US മാർക്കറ്റ് പോകുന്നതെന്നോ, ഇനി എങ്ങനെയാണ് ചൈനീസ് മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റ്, കൊറിയൻ മാർക്കറ്റ് പോകുന്നതെന്നോ എനിക്കോ നിങ്ങൾക്കോ, ഇനി എത്ര വലിയ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് നോക്കുന്ന ആളായിക്കോട്ടെ, അവർക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒറ്റ കാര്യം ഉറപ്പാണ്, മാർക്കറ്റ്, അത് ഏത് മാർക്കറ്റായാലും മുകളിലേക്ക് മാത്രമാണ് സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് GDP ഗ്രോത്തിൽ ഏറ്റവും അധികം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഈവൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പോലും തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഇനിയുമുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതിനോടൊപ്പം നിങ്ങൾ ഇതുകൂടെ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഈ യാത്രയിൽ പലപ്പോഴും നമുക്ക് ഉയർച്ചയോടൊപ്പം താഴ്ചയും ഉണ്ടാകും. ആ താഴ്ചയിലും അതിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം യൂണിറ്റ്സ് കൂടുതൽ കിട്ടുന്നു. അത് ഭാവിയിൽ വളരെ പ്രയോജനമാകും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സാലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ആയിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന 20 to 30% എങ്കിലും എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 10 വർഷം കൊണ്ട് ഏതൊരു പ്രവാസിക്കും നാട്ടിൽ സെറ്റിൽ ആകാനും തൻ്റെ റിട്ടയർമെൻറ്റ് ഗോൾ നടപ്പാക്കാനും സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റോ റിട്ടയർമെൻറ്റ് പ്ലാനോ ഫിനാൻഷ്യൽ പ്ലാനോ മറ്റ് എന്തെങ്കിലും സർവീസുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്.
ഏത് സമയത്തും നമ്മുടെ ടീം നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക.